അങ്ങനെ കൊതി മൂത്തിട്ട് ഒറ്റ മൈൻഡിൽ ഞങ്ങൾ നേരെ വന്നത് ഹരീഷേട്ടൻ്റെ ചെറുമുരി കടയിലാണ്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവാം. എന്നാലും നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഏട്ടാ എന്തൊക്കെയാണ് സ്പെഷ്യലാണ് നിങ്ങൾ? ഇവിടുത്തെ സ്പെഷ്യൽ ഓംലെറ്റ്, ചെറുമുരി, ബുൾസൈ ചെറുമുരി, ഓർഡിനറി, അതുപോലെ തന്നെ ഡിജിറ്റൽ ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ, പിന്നെ എഗ് മസാല, എഗ് ബുർജി, കോരി റൊട്ടി, പിന്നെ പൾട്ടി എന്ന് പറഞ്ഞൊരു സാധനം. എഗ്ഗിൻ്റെ ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട്. പിന്നെ കുടിക്കാൻ ഇളനീർ ജ്യൂസ്, സോഡ ലൈം, പിന്നെ സാദാ ലൈം, പിന്നെ കമ്പനി ഐറ്റംസ് ആയിട്ട് കൂടുതലായിട്ട് ബുൾസൈ ചെറുമ്പുരി അങ്ങനെയാണ് പോകുന്നത്. പിന്നെ മാഗി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് ആദ്യം വന്നത് ചറുമുരിയാണ്. എനിക്ക് ഈ ചറുമുരി ഉണ്ടല്ലോ, ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കഴിക്കുമ്പോഴത്തേക്കും മുളക് പൊടിയുടെ കുത്തലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല വെളിച്ചെണ്ണയുടെ മണമുള്ള, നല്ല രുചിയുള്ള ചറുമുരി. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, ഇവിടെ ഈ ഒരു കട എനിക്ക് അധികം എന്താ പറയുക ഫേമസ് ആയിട്ട് തോന്നിയിട്ടില്ല കാസർഗോഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടേ ചിന്തിക്കാറുണ്ട്, ഇത്രയും നല്ല ഐറ്റംസൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വരാത്തത് എന്നുള്ളത്. ആക്ച്വലി ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾ കഴിക്കണം. കാരണം ഇവിടെ ചെറുമുരി മാത്രമല്ല, ഇവിടെ എഗ് മസാല ഉണ്ട്, മുട്ട ബുർജി ഉണ്ട്, പിന്നെ മാഗി ഉണ്ട്. ഇത് എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ആ തണുത്ത ലെമൺ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.